നമസ്കാരം. ആകസ്മികമായി ഉണ്ടാകുന്ന ചിലതൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാ ഇനിയൊരിക്കൽ കൂടി നമ്മൾ കടന്നു പോകില്ലെന്ന് കരുതിയ വഴികളിലൂടെയാവും. 1.5 വർഷം മുൻപൊരു ദിവസം രാത്രി ഞാനും ഭാര്യയും കൂടി കായംകുളത്ത് പോയിട്ട് വരികയാണ്. വീടെത്താൻ 6-7 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോൾ റോഡിൽ വലിയൊരു ശബ്ദം കേട്ടു. അപ്രതീക്ഷിതമായ ശബ്ദമായതിനാൽ ഞെട്ടിപ്പോയി. ബുള്ളറ്റ് ഒതുക്കി നിർത്തി നോക്കിയപ്പോൾ സൈലൻസർ ഇളകി വീണതാണ്. അത് റോഡിൽ വീണ് ഉരഞ്ഞ ശബ്ദമാണ് കേട്ടത്. ആ സമയത്ത് റോഡിൽ മറ്റു വണ്ടികളൊന്നുമില്ല. ശബ്ദം കേട്ട് അടുത്തുള്ള 2 വീടുകളിൽ നിന്ന് ആരൊക്കെയോ ഇറങ്ങി വന്നു. അതിലൊരാൾ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് സൈലൻസറിൽ ഒഴിച്ച് തണുപ്പിച്ചു. ഒരാളെ എനിക്കറിയാം. അവരുടെ പേര് അംബുജം എന്നായിരുന്നു. അംബുജം ചേച്ചി. പക്ഷേ അവർക്ക് എന്നെ അറിയില്ല. കാരണം കുട്ടിക്കാലത്തായിരുന്നു ചെറ്റച്ചൽ എന്ന സ്ഥലത്ത് ഞാൻ താമസിച്ചിരുന്നത്. അവിടെയായിരുന്നു അംബുജം ചേച്ചിയുടെയും വീട്. ആ സ്ഥലത്തുള്ള വീട് വിറ്റ് ഞങ്ങൾ മറ്റൊരിടത്തേക്ക് താമസം മാറിയിട്ട് തന്നെ 19 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ശബ്ദം കേട്ട് ഓടി വന്നവർ ഞങ്ങളുടെ പേരും വീടുമൊക്കെ ചോദിച്ചു. ശങ്കരപ്പണിക്കരുടെ മോളുടെ മോനാണ്. ഞാൻ പറഞ്ഞു, ആരുടെ? സുധയുടെയോ? അംബുജം ചേച്ചിയുടെ അതിശയത്തോടെയുള്ള ചോദ്യം. അതെ എന്ന് ഞാൻ. അയ്യോ മോനെ, മനസ്സിലായില്ല. ഇത് വീട്ടിൽ വെച്ചേക്കാം, നാളെ വന്ന് എടുക്കാമല്ലോ എന്നു പറഞ്ഞ് അപ്പോഴേക്കും ഏതാണ്ട് തണുത്തു കഴിഞ്ഞിരുന്ന സൈലൻസർ ഒരു ചാക്കു കഷണം കൊണ്ട് അവർ പൊതിഞ്ഞെടുത്തു. പിറ്റേന്ന് വന്ന് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് സൈലൻസർ എടുക്കാൻ ഞാൻ അവിടെ ചെന്നു. അംബുജം ചേച്ചിയുണ്ട്. അവരെന്നെ കൊച്ചു പ്രായത്തിൽ കണ്ടിട്ടേയുള്ളൂ. പിന്നെ ചെറ്റച്ചൽ എന്ന ഞങ്ങൾ ജനിച്ചു വളർന്ന ഇടത്തുനിന്ന് അവരും ഞങ്ങളും വീട് വിറ്റ് മറ്റൊരിടത്തേക്ക് പോന്നു. മോനെ, അമ്മ സുഖമായിരിക്കുന്നോ? അമ്മ പോയി 1 വർഷം മുൻപ്. അത് കേട്ടതും അവരൊരു ഏങ്ങലായിരുന്നു. അതുകേട്ട് ഇടയ്ക്ക് അവർ അവരുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. തീരെ സുഖമില്ലാതെ അകത്ത് കിടക്കുകയാണത്രേ. ഞാൻ കരുതി അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടാകുമെന്ന്. ഞാൻ അകത്തേക്ക് കയറി. മുറിയിലെ കട്ടിലിൽ സരസു അമ്മ കിടപ്പുണ്ട്. അംബുജം ചേച്ചി വന്ന് അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു, ഇതാരാണെന്ന് അറിയാമോ അമ്മ? സരസു അമ്മ കാഴ്ച കുറഞ്ഞ കണ്ണുകൾക്ക് മീതെ കൈപ്പടം ചേർത്ത് പിടിച്ച് സൂക്ഷിച്ചു നോക്കി. അവർക്ക് എന്നെ ഒരിക്കലും മനസ്സിലാകില്ല, അതുറപ്പാണ്. ഇത് സുധയുടെ മോനാണ്, ശങ്കരപ്പണിക്കരുടെ അവിടുത്തെ. അവരുടെ മുഖത്ത് ഭാവ വ്യത്യാസമുണ്ടായി. മക്കളെ, സുധ എവിടെ? അമ്മ പോയി. അതു കേട്ടതും വിശ്വസിക്കാനാവാത്ത എന്തോ കേട്ടതുപോലെ അവർ കുറച്ചുനേരം സ്തബ്ധയായിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു എന്നെനിക്ക് തോന്നി. അമ്മയെക്കുറിച്ചും അമ്മയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുമൊക്കെ അവരെന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ ആ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ ചെറ്റച്ചൽ ഗ്രാമത്തിലായിരുന്നു സരസു അമ്മയും താമസിച്ചിരുന്നത്. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അമ്മയുടെ അച്ഛന് ജംഗ്ഷനിൽ മുറുക്കാൻ കടയുണ്ടായിരുന്നു. ശങ്കരപ്പണിക്കർ എന്നായിരുന്നു അച്ചാച്ചൻ്റെ പേര്. ആരോഗ്യമുള്ള ആ സമയത്ത് കൈലിമുണ്ടും ബ്ലൗസും ഒരു തോർത്തുമിട്ട് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് റോഡിൽ കൂടി പോകുന്ന സരസു അമ്മയുടെ രൂപം എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അടുത്തു നിൽക്കുന്ന ആളോടും ഉച്ചത്തിലെ വർത്തമാനം പറയും. മിക്കപ്പോഴും ചുണ്ടിലെരിയുന്ന ബീഡിയുമായി നടക്കുന്ന കൊമ്പൻ മീശയുള്ള സരസു അമ്മയുടെ ഭർത്താവിൻ്റെ പേര് തങ്കപ്പൻ എന്നായിരുന്നു. പേപ്പർ തങ്കപ്പൻ എന്നായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും പേപ്പർ തങ്കപ്പൻ മാമൻ്റെ മുഖം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സരസു അമ്മ ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞത് അന്നത്തെ മനുഷ്യരുടെ പകുതി ആത്മാർത്ഥതയും സ്നേഹവും പോലും ഇപ്പോഴത്തെ മനുഷ്യർക്കില്ല എന്ന് കാണിക്കാനാണ്. ഒരേ നാട്ടിൽ ഒരേ കാലത്ത് ജീവിച്ചിരുന്നവർ എന്നതിലുപരി എൻ്റെ അമ്മ അവരുടെ ബന്ധുവോ കൂടപ്പിറപ്പോ ഒന്നുമല്ലായിരുന്നു. എന്നിട്ടും അമ്മ പോയെന്ന് കേട്ടപ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീര് പൊടിഞ്ഞെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് തന്നെയാണ്. അതെ, അമ്മ പോയിട്ട് ഇന്നലെ 4 കൊല്ലം തികഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ കാലം. സമ്പദ് സമൃദ്ധിയൊന്നുമില്ലെങ്കിലും റേഷൻ അരി കൊണ്ട് ചോറുണ്ടാക്കി 5-10 രൂപയ്ക്ക് മീൻ വാങ്ങി അതും കറി വെച്ച് കഴിച്ച് ആളുകൾ സമാധാനത്തോടെ ഉറങ്ങിയിരുന്ന കാലം. ബാങ്ക് വായ്പകളോ സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങളോ ഇല്ലാതിരുന്നൊരു കാലം. സീരിയലുകൾ പോയിട്ട് TV പോലും ഇല്ലാതിരുന്ന കാലം. അന്നൊക്കെ ആളുകളുടെ മനസ്സുകളിൽ തമ്മിൽ ഒരു ഇഴയെടുപ്പമുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊക്കെ ഇല്ലാത്തതും ഇതുതന്നെയാണ്. ചെറ്റച്ചൽ ജംഗ്ഷനിലെ മാടക്കടയിലിരുന്ന് മീൻ വിറ്റിരുന്ന പൂക്കുഞ്ഞ് മുതലാളി, മുട്ടായി മുതലാളി, ശങ്കരപ്പണിക്കർ എന്ന എൻ്റെ അച്ചാച്ചൻ, ആറിനക്കരെ നിന്ന് ചെറ്റച്ചൽ മുക്കിലേക്ക് പ്രാഞ്ചി നടന്നു വരുന്ന ഏമീസും വെള്ളാമ്മയും, കൊയില മുതലാളിയുടെ ചായക്കടയിലെ പൊറോട്ടയും ഇറച്ചിയും, പാൽ സൊസൈറ്റിയിലെ രജിസ്റ്റർ ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കുറുപ്പുമാമൻ, മുറുക്കാൻ കടയിട്ടിരുന്ന ബാലൻ പിള്ളമാമൻ. വരയ്ക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇവരെയൊക്കെ വരയ്ക്കുമായിരുന്നു. കാരണം മരിച്ചു മണ്ണടിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞെങ്കിലും ഈ മുഖങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്.
അതൊരിക്കലും മാഞ്ഞു പോകില്ല എൻ്റെ മരണം വരെ. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാറ്റാൻ കഴിയാത്ത എൻ്റെ ഒരു സ്വഭാവമാണ് ചെറിയ കാര്യത്തിന് പോലും കണ്ണ് നിറയുന്നത്. സരസു അമ്മയോട് ഇനിയും ഇതുവഴി പോകുമ്പോൾ വരാം അമ്മ എന്ന വെറും വാക്ക് പറഞ്ഞിറങ്ങുമ്പോൾ കണ്ണുനീര് കൊണ്ട് എൻ്റെ കാഴ്ച മറഞ്ഞു. അത് ഇനിയൊരിക്കലും ചെറ്റച്ചൽ എന്ന ഗ്രാമത്തിലെ പൊയ്പോയ ആ പഴയ കാലം ഒരിക്കലും തിരിച്ചു വരില്ല എന്നോർത്തുകൊണ്ട് മാത്രമല്ല, മൺമറഞ്ഞു പോയ ഒരുപാട് മുഖങ്ങൾ ഓർമ്മയിൽ വന്നതുകൊണ്ട് കൂടിയാണ്. ഞാനും ഒരിക്കൽ ആ മുഖങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുഖമാകും. പക്ഷേ എൻ്റെ മുഖം ഓർക്കാൻ അന്ന് എന്നെപ്പോലെ ഒരാൾ ഉണ്ടാവില്ലല്ലോ. തൊട്ടടുത്ത അയൽക്കാരൻ ആരാണെന്ന് പോലും അറിയാത്ത പുതുതലമുറയ്ക്ക് അതല്ലേ കഴിയൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനും എൻ്റെ പ്രായത്തിലുള്ളവരുമൊക്കെ ഭാഗ്യവാന്മാരാണ്. ഓണപ്പൂക്കളവും കാശിത്തുമ്പയും പള്ളിക്കൂടത്തിലെ ഉപ്പുമാവും തോട്ടിലെ മാനത്തുകണ്ണിയും. ഇന്നത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും കഴിയുമോ? ഓരോ ദിവസവും നമ്മുടെ ജീവിതം സങ്കീർണമായി കൊണ്ടേയിരിക്കുകയാണ്. നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ പോലും നമ്മൾ മറന്നുപോകുന്നു എന്നതാണ് ശരി. നമ്മൾ ജനിച്ചു ജീവിച്ച് വളർന്ന നാടിനെപ്പറ്റി നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാകും. എനിക്കുമുണ്ട് ആ ഓർമ്മകൾ. അതെല്ലാം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ വരും. ദ മാർക്കോ പോളോ മെമ്മറീസിലൂടെ.